നമസ്കാരം. മാജിക് മൂവ പബ്ലിഷേഴ്സിൻ്റെ സ്പെഷ്യൽ ഓതേ സ്റ്റോക്കിലേക്ക് സ്വാഗതം. പുനരുദ്ധാനം എഴുതിയ ശ്രീ ഷമീർ ഉർപ്പള്ളിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം, ഞാൻ ഷമീർ ഉർപ്പള്ളി, സിറാജ് ദിനപത്രത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്ത് വരികയാണ്. എല്ലാവർക്കും നമസ്കാരം. ഫോട്ടോഗ്രാഫി ഒരു ഇഷ്ടവും ജീവിതമാർഗമായി കൊണ്ട് നടക്കുന്നിടയ്ക്ക് പുനരുദ്ധാനം പോലുള്ളൊരു പുസ്തകം എന്നൊരാശയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ടും പിന്തള്ളപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാനും ആ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് നമുക്കറിയാം, ഈ ഭിന്നശേഷി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് അവരുടെ പരിമിതികളെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരിക, ആ വാക്ക് കേൾക്കും. പക്ഷേ ആ പരിമിതികൾ ഒന്നും വകവെക്കാത്ത രീതിയിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 20 പേരാണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് അങ്ങനെയുള്ള വ്യത്യസ്തമായ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പുസ്തകമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. വല്ലാത്തൊരു അർത്ഥമുള്ളൊരു വാക്കാണ് പുനരുദ്ധാനം എന്നുള്ളത്. അതായത് ഉയിർത്തെഴുന്നേൽപ്പ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം. അപ്പോൾ പുസ്തകത്തിൻ്റെ ഏത് ഘട്ടം മുതലാണ് ഈ പുനരുദ്ധാനം എന്നൊരു പേരിലേക്ക് ഈ നിങ്ങൾ എത്തിച്ചേരുന്നത്? പുനരുദ്ധാനം എന്നുള്ള പേര് അറിയാം, നമുക്ക് മലയാളം വാക്കിനെക്കാട്ടും കൂടെ മറ്റു ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് ആ പേര് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഭിന്നശേഷിയിൽ നിന്ന് അതിജീവിച്ചു വന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഉയരങ്ങളിലെത്തിയവരുടെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ളത്. അപ്പം ഉയർപ്പ് പോലുള്ള ഒരു വ്യത്യസ്ത പേരായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആ പേര് ഞാൻ കുറച്ച് ആൾക്കാരായിട്ട്, എൻ്റെ സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പുനരുദ്ധാനം എന്ന മറ്റൊരു ഭാഷയിലുള്ള പേരിലേക്ക് പോകാനാണ് കഴിഞ്ഞിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ആർമിയുടെ ഒരു മെയിൻ ഓഫീസറും പഞ്ചാബി ഗായകനൊക്കെ ആയ ലഫ്റ്റനന്റ് കേണൽ ഗുർമീത് സാബാണ് ആ പേരിൻ്റെ, ലഫ്റ്റനന്റ് കേണൽ ഗുർമീത് സിംഗ് ആണ് ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്, പുനരുദ്ധാനം എന്നുള്ളത്. പിന്നെ അത് ഞങ്ങൾ വേണ്ട സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും വളരെ ആ ഒരു പേര് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പുനരുദ്ധാനം എന്ന പേരിലേക്ക് എത്താൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ 21 പേരുടെ കഥകൾ ഒരർത്ഥത്തിൽ ജീവിതങ്ങളാണ് പിന്നെ ഒരു പുനരുദ്ധാനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള നിങ്ങളുടെ യാത്ര, അതായത് ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ യാത്രകൾ എങ്ങനെയുള്ളതായിരുന്നു? അത് എത്രത്തോളം എളുപ്പമാണോ അതോ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു? നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനം സാക്ഷരതയിലും അതുപോലെ തന്നെ സംസ്കാരത്തിലുമൊക്കെ വളരെ സമ്പന്നമാണ്. പക്ഷേ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷി എന്ന് പറയുന്നത്. ആ ഭിന്നശേഷി സൗഹൃദം എത്രത്തോളം കേരളത്തിൽ നടപ്പിലായി എന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഈ പുനരുദ്ധാനം പുസ്തകം എന്ന് പറയുന്നത്. കാരണം ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിമിതികൾ മാത്രത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് പോലും സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഉയരങ്ങൾ കീഴടക്കിയവരാണ് ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴും നമുക്ക് വളരെ ആവേശമായിരുന്നു. അടുത്തുള്ള ആൾ എന്തായിരിക്കും, അടുത്തുള്ള ആളുടെ ഏത് രീതിയിലാണ് അവർ ഇതിനതിജീവിച്ചിട്ടുള്ള, അങ്ങനെ ഒരു യാത്ര തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യാത്ര നല്ല അനുഭവമാണ്. പക്ഷേ ഒരുപാട് വേദനിപ്പിക്കുന്ന ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നതിലൊരു വിഷമവും ഉണ്ടായിട്ടുണ്ട്. ഒരു പുസ്തകം എഴുതുന്നു എന്നറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പുനരുദ്ധാനം പോലുള്ള ഒരു പുസ്തകം എഴുതുന്നു എന്നറിഞ്ഞപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്? ഞാൻ ആദ്യം ഫസ്റ്റ് ബുക്ക് ചെയ്തപ്പോഴും എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ പല ഭാഗത്തു നിന്ന് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് PRD, ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറല്ല, പിന്നെ മേഖല ഡയറക്ടറായിട്ടുള്ള ശ്രീ പത്മനാഭ സാറാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഈ ഒരു നിർദ്ദേശം വെക്കുകയും അതുപോലെ തന്നെ ആർമി കോളേജ് പുസ്തകം സഹകരിച്ചിട്ടുള്ള അറക്കൽ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല ഒരു സപ്പോർട്ട്, നല്ലൊരു വിഷയമാണെന്ന രീതിയിൽ അംഗീകരിച്ചു. പിന്നെ സാമൂഹ്യനീതി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നിന്ന് ആ ഒരു പുസ്തകത്തിന് എല്ലാവരും വളരെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമാണ് ഇതുപോലത്തെ ഒരു പുസ്തകം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു വാക്കുകളാണ് എന്നെ ഈ പുസ്തകത്തിൽ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് നമുക്കറിയാം, കേരളം, കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ജില്ലയാണ്.
അന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് കാണാം. ഇന്ന് ബിൽഡിംഗ് എടുക്കുമ്പോഴാണ് എവിടെയാണെങ്കിലും ഒരു ഭിന്നശേഷി സൗഹൃദം സ്ഥാപിച്ചത് അന്നത്തെ കളക്ടറായിരുന്ന ശ്രീ ബാലകരൻ സാറായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം വളരെ എന്താ പറയുക, ഈ ഒരു പുസ്തകം നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ്, ഷമീർ ധൈര്യത്തിൽ മുന്നോട്ട് പോയി ചെയ്യൂ എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ പുസ്തകത്തിന് വേണ്ടി ഫോട്ടോസൊക്കെ എടുത്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ആവേശമായിരുന്നു നമുക്ക്. കാരണം ഒന്ന് നമുക്ക്, ഞാൻ പറയുന്നത്, അകറ്റി നിൽക്കുന്ന ഒരു സമൂഹത്തെ പഠിക്കാൻ പറ്റുമല്ലോ എന്ന രീതിയിലായിരുന്നു ഞാൻ വീണ്ടും ഓരോളെ സമീപിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ നല്ല രീതിയിലുള്ള സഹകരണം ഈ പുസ്തകത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പുസ്തകമായിട്ട് നമുക്ക് ഇറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പൊതുവെ ഭിന്നശേഷിയുള്ളവരോട് സമൂഹത്തിനൊരു പ്രത്യേക സഹതാപമാണുള്ളത്. അത് ഇല്ലാതാക്കാനാണ് സത്യത്തിൽ പുനരുദ്ധാനം ശ്രമിക്കുന്നത് തന്നെ. അപ്പോൾ പുനരുദ്ധാനത്തിന് അത് എത്രത്തോളം സാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് ഈ ഭിന്നശേഷിപ്പെട്ട ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവർക്ക് സഹതാപം അവർക്ക് തീരെ ഇഷ്ടമുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു അനുഭവത്തിൽ, അവർക്ക് ഈ സഹതാപം എന്നുള്ളത് അവർക്ക് ഇഷ്ടമുള്ളതൊരു വാക്കാണ്. അവർക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങളും ഒരു വ്യത്യസ്ത കഴിവുള്ളവരാണ്. ഭിന്നശേഷി എന്ന് പറയുന്നത് വ്യത്യസ്ത കഴിവുള്ള ആൾക്കാരാണ്. സമൂഹം ചേർത്ത് പിടിക്കുക എന്നുള്ള അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് സഹതാപത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു പിന്നെ അസുഖത്തിൻ്റെ പേരിലോ മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്ന സംഭവം. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മാറ്റേണ്ടത് തന്നെയാണ്. ഈ പുനരുദ്ധാനം എന്നുള്ള പുസ്തകം സമൂഹത്തിന് സമർപ്പിക്കുമ്പോഴും ഞാൻ കാണുന്ന ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഒന്ന്, അവരെ ചേർത്ത് പിടിക്കുക. പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ രക്ഷിതാക്കളുണ്ടല്ലോ, അവർക്ക് ഈ ഒരു പുസ്തകം വലിയൊരു മോട്ടിവേഷനാണ്. കാരണം ഈ പുസ്തകത്തിൽ പറയുന്നവരുടെ അനുഭവം ഞാൻ പറയുന്നത്, അതായത് 2 IAS നേടിയിട്ടുള്ള 2 പേര് പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. ഒന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ്, ഒന്ന് വയനാട് ജില്ലയിലെ 2 IAS നേടിയിട്ടുള്ളവരുണ്ട്. പിന്നെ നമുക്കറിയാം സൽമാൻ എന്ന് പറയുന്ന ഇന്ന് സെലിബ്രിറ്റി ആയിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ ഏറ്റവും റീച്ചുള്ള ഒരാളാണ്. ആ സൽമാൻ, അതായത് സൽമാൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ എന്താ പറയുക, സൽമാനെ, ഒരു ഓട്ടിസം ബാധിച്ച സൽമാനെ ഒരു സെലിബ്രിറ്റിയാക്കി മാറ്റിയിട്ട് സമൂഹത്തിൽ അവതരിപ്പിച്ച സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ കഥയും പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരു പുസ്തകത്തിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അസുഖം കൊണ്ട് അയൽവാസികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് പ്രയാസങ്ങളായി രാത്രി സമയത്ത് ഉറങ്ങാനൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് കുട്ടിയെയും കൂട്ടി പുഴക്കരയിൽ പോയി കുട്ടിയെ ഉറക്കിയതിന് ശേഷം രാത്രി തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ കഥ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, സമൂഹത്തിന് എന്താ പറയുക, ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു പുസ്തകം വിദ്യാർത്ഥികൾക്ക് അത് എത്രത്തോളം പാഠമാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു പുനരുദ്ധാനം എന്നുള്ള പുസ്തകം ഒന്ന്, നമ്മളെ വിദ്യാർത്ഥികൾ ഈ ഭിന്നശേഷിക്കാരെ കുറിച്ച് പഠിക്കാൻ, അതായത് ഭിന്നശേഷി എത്ര രീതിയിലുള്ള അസുഖങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് തലമുറ പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് പിന്നെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തൊരു കാര്യം, നമുക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ, ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിലാണ് ആദ്യ ഒരു ഉദ്ഘാടന സെക്ഷൻ തന്നെ ഭിന്നശേഷിക്കാരെ കൊണ്ട്, അങ്ങനെയാണ് അസീം ഉഴമുണ്ട നമുക്ക് എവിടെ എത്തുന്നത്, ഖത്തറിലെത്തുന്നത്. അതേപോലെ കേരളം കഴിഞ്ഞ വർഷം നമുക്ക് കേരളം വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചതെന്ന് പറയുന്നത് സംസ്ഥാന കായികമേള എന്നൊക്കെ പറയുമെങ്കിലും സ്കൂൾ ഒളിമ്പിക്സ് ആക്കി മാറ്റി. അതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഭിന്നശേഷി സൗഹൃദത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സ് കായികമേള, സ്റ്റേറ്റ് കായികമേള നടന്നിട്ടുള്ളത്. അതിലൊരു വലിയൊരു വിജയം എന്ന് പറയുന്നത് 2 ദിവസങ്ങളിൽ, ആദ്യത്തെ ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഒളിമ്പിക്സ് പോലെ സംഘടിപ്പിച്ചു. പക്ഷേ അതിൽ വലിയൊരു വിജയം എന്ന് പറയുന്നത് അതിനുശേഷം 100 മീറ്ററിൽ മെഡൽ നേടിയൊരു കുട്ടി, അറിയാലോ. ആ കുട്ടി ഏകദേശം 40% ഭിന്നശേഷിയാണ്. അത് സ്പെക്സ് ഇട്ടിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു സ്കൂൾ ഇതിൽ റെക്കോർഡ് നേടുന്ന കുട്ടി ആദ്യമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി മറ്റുള്ള ആൾക്കാരിൽ ഒന്നിച്ച് മത്സരിച്ച് നമുക്ക് കേരളത്തിൽ നിന്ന് ഗോൾഡ് മെഡൽ നേടിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കഥയും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥികൾക്കും അത് എന്താ പറയുക, നമുക്കുണ്ടാകുന്ന ഒരു ഭിന്നശേഷി എന്ന് പറയുന്നത് അതൊരു മാറ്റി നിർത്തേണ്ടതല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമാകുന്ന രീതിയിൽ അങ്ങനെ സ്പോർട്സും ആർട്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് കൃത്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയും ഈ പുസ്തകത്തിൻ്റെ അകത്ത് പറയണം. സാമൂഹിക പ്രസക്തിയുള്ള ഇത്തരം പുസ്തകങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന പുസ്തകങ്ങളിൽ സമൂഹം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ആർമി കോളിംഗ് എന്ന പുസ്തകം, അത് എന്താ പറയുക, യങ്സ്റ്റേഴ്സിന് ആർമിയിൽ ചേരാൻ ആവശ്യമായ രീതിയിലുള്ള
റിക്രൂട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ആർമി പിന്നെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് റിട്ടയർമെൻറ്റ് വരെയുള്ള അവരുടെ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ഫസ്റ്റ് പുസ്തകം ചെയ്തത്. ഈ പുസ്തകം, ഈ പുനരുദ്ധാനം എന്നുള്ള പുസ്തകവും സമൂഹത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത്. എനിക്കത് വളരെ സന്തോഷം തോന്നിയ മാജിക് മൂൺ പബ്ലിക്കേഷൻ, ഡൽഹിയാണ് പിന്നെ മാജിക് മൂണിൻ്റെ സെൻറ്റർ എന്നൊക്കെ അറിയാം, മനസ്സിലാക്കിയത് അങ്ങനെ. മാജിക് മൂൺ പബ്ലിക്കേഷൻ ഇത് ഏറ്റെടുത്ത് കൂടെ നിന്നപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന്, പിന്നെ നമുക്കറിയാലോ, മാറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ഇതുപോലത്തെ ഒരു പബ്ലിഷേഴ്സും കൂടി, എത്ര നല്ലൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന പബ്ലിഷേഴ്സാണ് മാജിക് മൂൺ. അപ്പം മാജിക് മൂൺ പബ്ലിഷേഴ്സും കൂടി ഞങ്ങളെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡയറക്ടറായ ആസർ ഉൾപ്പെടെയുള്ളവരോട്, ഞാൻ ആദ്യം നിങ്ങളെ മാജിക് പബ്ലിക്കേഷൻ, അതുപോലെ ഇതിൻ്റെ ലേഔട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ മാജിക് പബ്ലിക്കേഷൻ്റെ ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും അവരോടാണ് ശരിക്കും ഈ ഫസ്റ്റ് ഒരു നന്ദി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പുസ്തകമായിട്ട് സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇപ്പം എന്താ പറയുക, ഞാൻ പിന്നെ ഇതേപോലെ ഭിന്നശേഷിക്കാരൊക്കെ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം എഡിറ്റിങ്ങും കുറച്ച് പുസ്തകത്തിൻ്റെ പ്രൂഫൊക്കെ നോക്കി ഒരുപാട് പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും ഞാൻ ഈ ഒരു വേളയിൽ എന്താ പറയണ്ടേ, നന്ദിയോടെ സ്മരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു കൂട്ടായ്മയുടെ ഒരു വിജയം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പുസ്തകം സമൂഹം ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും അതൊരു പിന്നെ സമൂഹത്തിന് ഉപകരിക്കുമെന്ന കാര്യത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. പുനരുദ്ധാനത്തിൽ നിന്നുള്ള ഒരു പങ്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്നുള്ളത് കേട്ടിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അതായത് ഞങ്ങൾക്ക് പുനരുദ്ധാരണം എന്ന് പറഞ്ഞ പുസ്തകം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാം. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഈ പുസ്തകം വഴി കിട്ടുന്ന തുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക എന്നുള്ളതാണ് തീരുമാനം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് തന്നെയാണ്. അതായത് ഈ മാജിക് മൂൺ ആപ്ലിക്കേഷൻ നമ്മുടെ കൂടെ നിന്ന് അതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നിയിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വന്ന മാജിക് മൂണിന് ഞാൻ ആദ്യം നന്ദി പറയാം. അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾ പ്രിയപ്പെട്ടവർ വായിക്കുകയും അത് വാങ്ങിക്കുന്ന തുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ പോകുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പുസ്തകം വാങ്ങിക്കുക. പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അത് വായിച്ച് നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രിയപ്പെട്ടവരെ അറിയിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുക. ഒരു പുനരുദ്ധാനത്തിൻ്റെ യാത്രകളാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, അവസാനമില്ല ശരിക്കും പുനരുദ്ധാനത്തിന്. ഇനിയും ഒരുപാട് ആളുകൾ ഇതിലേക്ക് കയറി വരികയാണ്. ഉയർത്തെഴുന്നേൽപ്പാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് ഭിന്നശേഷിയുള്ളവർ എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് ഇത്തരം പുസ്തകങ്ങളും ഇത്തരം ജീവിതങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളും. അപ്പോൾ സ്പെഷ്യൽ ഓഡിയോ സ്റ്റോക്കിൽ നമ്മൾ ഇത്ര നേരം സഹകരിച്ച ശ്രീ ഷമീർ ഉർപ്പള്ളിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്.